ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം എല്ലാവരും കരുതുന്ന പോലെ അത്ര സുഖകരമൊന്നുമല്ല. ഇടയ്ക്കിടയ്ക്ക് പാകിസ്ഥാനിൽ നിന്ന് വെടിവെക്കാറുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള താലിബാൻ തീവ്രവാദികൾ പാകിസ്ഥാനിൽ ചാവേറ സ്ഫോടനങ്ങൾ നടത്താറുണ്ട്. ഈ പഷ്തൂൺ മേഖലയിൽ നിരന്തരം സ്ഫോടനങ്ങളും ചാവേറാക്രമണങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ വിടുന്ന ചാവേറുകളാണ്. അഫ്ഗാനിസ്ഥാനെ കണ്ടുകൂടാ. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത, പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു എന്നാണ്. യുദ്ധം എസ്കലേറ്റ് ചെയ്യുമോ, വലിയ യുദ്ധമായിട്ട് മാറാമോ? ഇന്നിപ്പോൾ പാകിസ്ഥാൻ്റെ വ്യോമാക്രമണം നടന്നിട്ടുണ്ട്. അത് കിഴക്ക് ഭാഗത്ത്, അഫ്ഗാനിസ്ഥാൻ്റെ കിഴക്ക് ഭാഗത്ത് പക്തിക്ക എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ മരിച്ചിരിക്കുന്നതെന്നാണ് അഫ്ഗാൻ സർക്കാർ പറയുന്നത്. താലിബാൻ 46 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തുടങ്ങി ഇതുവരെ 46 പേര് കൊല്ലപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച രാത്രി ആണ് തുടങ്ങിയത് വ്യോമാക്രമണം. പാകിസ്ഥാൻ ഈ ബർമാൽ പക്തിക്ക സംസ്ഥാനത്തെ ബർമാൽ ജില്ല, അവിടെ 4 കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയത്. ഇത് പാകിസ്ഥാൻ താലിബാൻ, അതായത് TTP അതിർത്തിയിൽ നിന്നുള്ള താലിബാൻ ഇങ്ങോട്ട് കയറി വന്ന് ആക്രമിക്കുന്നവര്. കാരണം ഈ അഫ്ഗാനിസ്ഥാന് കുറച്ച് പാകിസ്ഥാന്റെ ഈ പഷ്തൂൺ പ്രവിശ്യ പിടിച്ചെടുക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ 4 കേന്ദ്രങ്ങളും പാകിസ്ഥാൻ താലിബാൻ്റെ പരിശീലന കേന്ദ്രങ്ങളാണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെട്ടിട്ടുള്ളത്. ആ പരിശീലന കേന്ദ്രങ്ങളിലാണ് കയറി ആക്രമണം നടത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളും മരിക്കേണ്ട കാര്യമുണ്ടോ? പരിശീലന കേന്ദ്രങ്ങൾ. അപ്പോൾ താലിബാൻ്റെ വക്താവ് സബീനുള്ള മുജാഹിദ് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഇതിൽ സ്ത്രീകളും കുട്ടികളുമാണ്. 46-ൽ 6 പേർക്ക്, അതും കൂടുതലും കുട്ടികളാണ്, പരിക്കേറ്റിട്ടുണ്ട്. ഈ അപരിഷ്കൃതം, ബാർബാറിക്, അഗ്രഷൻ, അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ താലിബാൻ. ഇത് ഈ ഭീരുത്വത്തിന് ഈ ഇസ്ലാമിക് എമിറേറ്റ് അഫ്ഗാനിസ്ഥാൻ പകരം വീട്ടിയിരിക്കും, മിണ്ടാതിരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്തിൻ്റെ പരമാധികാരം ഞങ്ങൾ സംരക്ഷിക്കും എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാദേശികമായി മാധ്യമപ്രവർത്തകരൊക്കെ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നഷ്ടങ്ങൾ നാട്ടുകാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ബർമലിലെ മലീൽ എന്ന് പറഞ്ഞൊരു താമസക്കാരൻ പറഞ്ഞിട്ടുണ്ട് 2-3 വീടുകളിൽ ഈ ആക്രമണം നടന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ 18 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. മൊത്തം കുടുംബം വൈപ്ഡ് ഔട്ട്, ഉന്മൂലനം ചെയ്യപ്പെട്ടു. പിന്നെ വേറൊരു വീട്ടിൽ 3 പേര് കൊല്ലപ്പെട്ടു. പരിക്കേറ്റ കുറേ പേരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാർച്ചിൽ പാകിസ്ഥാൻ ഇതുപോലെ വ്യോമാക്രമണം നടത്തിയിരുന്നു. 8 പേരന്ന് കൊല്ലപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ് അതിർത്തിയിൽ പരസ്പരം വെടിവയ്പ്പും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ. 2021 താലിബാൻ മറ്റേ അമേരിക്കൻ അധിനിവേശമൊക്കെ പോയി, അമേരിക്കൻ സേനയൊക്കെ പോയിട്ട് താലിബാൻ തിരിച്ചു വന്ന ശേഷം ഈ പാകിസ്ഥാനും താലിബാനും തമ്മിൽ ബന്ധം വഷളാണ്. പാകിസ്ഥാൻ ഈ അഫ്ഗാനിസ്ഥാനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരർക്ക് താവളം ഒരുക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ. പാകിസ്ഥാൻ വളരെ നല്ല രാജ്യമാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഈ വാളെടുത്തവൻ വാളാലെന്ന് പറഞ്ഞ പോലെ ഇതേ പണിയല്ലേ ഇവൻ അവിടെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ സ്ഥലത്ത് കാബൂൾ മറ്റേ അഫ്ഗാനിസ്ഥാൻ ആ ആരോപണമൊക്കെ നിഷേധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ താലിബാൻ TTP അഫ്ഗാൻ അതിർത്തിയിൽ അടുത്ത കാലത്ത് നടത്തിയ ആക്രമണത്തിൽ 16 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് ഇത് എന്നാണ് പറയപ്പെടുന്നത്. ഈ ആക്രമണം നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള പ്രത്യേക പ്രതിനിധി അവിടെ കൂടിയാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു താലിബാനും ഒക്കെ ആയിട്ട്. അപ്പോഴാണ് ഈ സംഭവങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത്. പ്രത്യേക പ്രതിനിധി അയച്ചിട്ട് ഈ
കുഴപ്പങ്ങളില്ലാതിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അടികൊടുത്തു. അതെ, 2 സ്ഥലങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വേണമെങ്കിൽ വിട്ടുമാറാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് ബലൂചിസ്ഥാൻ, പാകിസ്ഥാൻ്റെ പ്രവിശ്യ, മറ്റേത് ഖൈബർ പക്തൂൺവ. ഖൈബർ പക്തൂൺകാർക്ക് അവർക്ക് പറ്റിയ അഫ്ഗാനിസ്ഥാനോട് ചേരണം എന്നൊക്കെ ആയിരിക്കും അഫ്ഗാനിസ്ഥാൻ്റെ താല്പര്യം. കാരണം അവർക്ക് കുറേ അവിടുത്തെ വംശീയമായ പ്രശ്നമുണ്ടെന്നോ അല്ലേ? അവർ ആവശ്യപ്പെടുന്നത് ഓട്ടോണമസ് കൗൺസിൽ ആണ്, സ്വയംഭരണ കൗൺസിൽ. അവർ അവിടെ ഈ സമരം തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. കാരണം മുമ്പ് ഇന്ത്യയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ അവരൊക്കെ ആയിട്ട് ആ മേഖലയാണ് ഈ ഖൈബർ പക്തൂൺവ എന്ന് പറഞ്ഞാൽ. ഒരു വൈരുദ്ധ്യം എനിക്ക് തോന്നുന്നത്, സാധാരണ അൽ ഖ്വയ്ദ, IS, ഇന്ത്യൻ മുജാഹിദീൻ തുടങ്ങിയൊക്കെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാവുകയും അവർക്ക് ഫണ്ട് കൊടുത്ത് ആയുധം കൊടുത്ത് ഇന്ത്യയിലേക്ക് കയറ്റി വിടുന്ന പണിയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു ഭീകര പ്രസ്ഥാനമാണ് അൽ ഖ്വയ്ദ. അപ്പോൾ അവരും പാകിസ്ഥാനുമായിട്ട് ശത്രുത ഉണ്ടാവാൻ കാര്യം? അതായത് ഈ ഖൈബർ പക്തൂൺവ പ്രവിശ്യ ഉണ്ടല്ലോ, ആ ഭാഗത്ത് അവിടുത്തെ ആളുകൾക്കൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നതൊക്കെ അഫ്ഗാനിസ്ഥാൻ, ഈ മറ്റേ നേരത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ISK, ഇവരുമൊക്കെ അവിടെ ഈ സഹായം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു ഈ വിമോചന പോരാളികൾക്ക്. വിമോചന പോരാളികൾ ചില ആളുകൾ ആ ഭാഗത്തു നിന്നുള്ളവർ MP-മാരും ആയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും ഈ പോരാളികളൊക്കെ ഇസ്ലാമാബാദ് തെരുവുകളിലൊക്കെ അവർ വന്നുപെടുന്ന സമയത്ത് കൊലപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട് പാകിസ്ഥാൻ. അവിടുത്തെ വിമോചന പോരാട്ടത്തിനെതിരെ പ്രത്യേക അടിച്ചമർത്തൽ നയം പട്ടാളത്തിനുണ്ട്. പട്ടാളം ഈ ഖൈബർ പക്തൂൺവ പ്രദേശത്ത് പോയി ഇത് ചെയ്യുന്നതിനെതിരെ അവിടെ മഹാസമ്മേളനങ്ങൾ ഖൈബർ പക്തൂൺവ പ്രവിശ്യകളിൽ അടുത്ത കാലത്തൊക്കെ നടന്നിരുന്നു. ആ മഹാസമ്മേളനങ്ങളിലൊക്കെ പ്രക്ഷോഭം ശക്തമാക്കാനും അതിനനുകൂലമായി അത്യാവശ്യം നിലകൊള്ളുന്നതാണ് ഇമ്രാൻഖാൻ്റെ പാർട്ടിയും ഒക്കെ. ഇപ്പോൾ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടും ഭരിക്കാനൊന്നും പറ്റിയില്ലല്ലോ. ഇമ്രാൻഖാനെ പിടിച്ച് ജയിലിലും ഒക്കെ ആക്കി. അപ്പോൾ ഈ ഖൈബർ പക്തൂൺവയിൽ ഇവർ പണിയെടുക്കുന്നുണ്ട്, ഈ പാകിസ്ഥാൻ താലിബാൻ TTP. പക്ഷെ ബലൂചിസ്ഥാനിൽ വേറെ അജ്ഞാതന്മാരാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അതെ, BLA ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ചൈനയുടെ പദ്ധതികൾ ധാരാളം അവിടെ, ചൈനക്കാരെയൊക്കെ ഒരുപാട് പേര് വെടിവെച്ചു വന്നു പ്രകൃതി. പക്ഷെ ഞാൻ അതല്ലേ സാർ ആലോചിക്കുന്നത്, നമ്മളിപ്പോൾ നോക്കിയാൽ ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനോൺ, എല്ലായിടത്തും യമനെ ആക്രമിച്ച് തവിടോടിയാക്കിയത് സൗദി അറേബ്യയാണ് അല്ലേ? 2 ലക്ഷം പേരെ കൊന്നു. അപ്പോൾ ഇതെല്ലാം ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇവർ തമ്മിൽ ഒന്നെങ്കിൽ ഷിയ സുന്നി എന്ന് പറഞ്ഞായിരിക്കും. ഇതിപ്പം പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഷിയ സുന്നി പ്രശ്നമല്ല, ഗോത്ര പ്രശ്നമാണ്. അപ്പോൾ തമ്മിലടിച്ച് മരിക്കാൻ, കൊല്ലാൻ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ചിരിക്കും അല്ലേ? അതെ, അതായത് ഈ ശരിക്കും ഗോത്ര സ്വഭാവം തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 2 പ്രവിശ്യകൾ പാകിസ്ഥാൻ്റെ കൂടെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. ബംഗ്ലാദേശ് വിട്ടുപോയതുപോലെ ബലൂചിസ്ഥാൻ എന്തായാലും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ബലൂചിസ്ഥാൻ്റെ ഭാഗത്ത് ഇപ്പം എണ്ണ കണ്ടെത്തിയിട്ടുണ്ട് ധാരാളം. പക്ഷേ ആരാംകോയോ ഷെല്ലോ അങ്ങനത്തെ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ഇവരൊന്നും ഈ ഡ്രില്ലിങ്ങിനൊന്നും ബില്ലിങ് അല്ല. പാകിസ്ഥാനിൽ വന്നിട്ട് ഒരു പണിയും വേണ്ട. കാരണം എപ്പോഴാണ് ജീവൻ പോകുന്നത്, വെടികൊള്ളുന്നതെന്ന് അവർക്കറിയില്ല. അതാണ് ഈ ബലൂചിസ്ഥാൻ. ഈ അനധിവിദൂര ഭാവിയിൽ പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പിരിഞ്ഞ് പഷ്തൂൺ മേഖല പിരിഞ്ഞ് ഒരു 3 രാജ്യം വരെ ആകാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ ഈ സത്യത്തിൽ ഇപ്പോൾ 16 ഭടന്മാരെ കൊന്നു എന്ന് പറഞ്ഞില്ലേ ആ ഭാഗത്ത്. കാരണം ഈ ഖൈബർ പക്തൂൺവയിലെ ഈ പോരാളികളെ അടിച്ചമർത്താനായിട്ട് പട്ടാളത്തിന് പോകാൻ തന്നെ പേടിയാണ്. പോയാൽ ജീവൻ ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലുമൊക്കെ കുഴി ബോംബോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവരുടെ ജീപ്പ് തകരുകയോ പിടികൊള്ളുകയോ ഒക്കെ ചെയ്യും. അല്ല, ഈ വേറെ സംശയം എനിക്കുള്ളത്, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമിച്ചു, തിരിച്ചടിക്കാനുള്ള ശേഷി അഫ്ഗാനിസ്ഥാനുണ്ടോ? പാകിസ്ഥാൻ വലിയ സൈനിക ശക്തിയല്ലേ അഫ്ഗാനിസ്ഥാനെ അപേക്ഷിച്ച്? സൈനിക ശക്തി പാകിസ്ഥാനാണ്, വളരെ വലിയ സൈനിക ശക്തിയാണ്. അങ്ങനത്തെ വലിയ വ്യോമ ശക്തിയോ
ഒന്നുമില്ല. ഒന്നും അഫ്ഗാനിസ്ഥാനില്ല. പിന്നെ വേറൊരു ഗുണമുണ്ട് അവർക്ക്. പാകിസ്ഥാൻ പട്ടാളം ചാവേറുകളല്ല, താലിബാൻ ചാവേറുകളാണ്. താലിബാൻ ചാവേറുകളാണ്. അപ്പോൾ അത് വലിയ പ്രശ്നമാണ്. പാകിസ്ഥാൻ പട്ടാളക്കാർ യുദ്ധത്തിന് പോകുന്ന, തിരിച്ച് വീട്ടിൽ പോകുന്ന ഭാര്യയോടും മക്കളൊക്കെ തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് പോയിട്ടുള്ളവരാ. പക്ഷേ താലിബാൻ അങ്ങനെയല്ല. അവർക്ക് വേറെ ഒരുപാട് സഹായങ്ങൾ കിട്ടും. ഇപ്പോൾ ഇറാഖിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ വേറെ വിമതര് ഇതുപോലെ തന്നെ ഇറാഖിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇറാനിൻ്റെ അകത്തുണ്ട്. ഈ ഓരോ രാജ്യത്തിൻ്റെ അകത്ത് വേറെ കലാപകാരികളുണ്ട്. ഇപ്പോൾ സിറിയയിൽ പല ഗ്രൂപ്പുകളുണ്ട് എന്ന് പറയുന്ന പോലെ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ പലതരം ഇസ്ലാമിക ഗ്രൂപ്പുകളുണ്ട്. സുന്നി രാജ്യമാണെങ്കിൽ ഷിയ ഗ്രൂപ്പുകൾ വേറെ കാണും. എന്നിട്ട് ഇന്ത്യയും ഇസ്ലാം രാജ്യമാക്കണമെന്നാണ് ആളുകൾ പറയുന്നത്. എന്നിട്ട് വേണം മറ്റെല്ലാ രാജ്യം പോലെ ഇവിടെ അടിയും പെരുന്നാളുമായിട്ട് കഴിയാൻ. അവർക്ക് ആഗോളമായിട്ട് തന്നെ ഇസ്ലാം ആക്കണം എന്ന് താല്പര്യമുള്ള ഉണ്ട്. പക്ഷെ അങ്ങനെ ആയ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളൊഴികെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ സ്ഥിതി എന്താ? അതെ. അപ്പോൾ അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊന്നും ഇവരുടെ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കില്ല. ഇവർ വേറെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കുടിയേറിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്ലാമിക ചന്തയിൽ ഒരുത്തൻ കയറിയ പോലെയുള്ള പരിപാടികളാണ്. അവൻ എക്സ് മുസ്ലിം ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല, അവൻ ഷിയ ഭീകരവാദി എന്ന് സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട്. അയാൾ എക്സ് മുസ്ലിം ആണെന്ന് പറയുന്നത് തക്കിയാണെന്ന് റിപ്പോർട്ടുകളുണ്ട്. അതെ അതെ, അയാൾ അങ്ങനെ ഭാവിച്ചുകൊണ്ടിരുന്നു. അയാൾക്ക് അവിടെ അഭയാർത്ഥി റെഫ്യൂജി ആയിട്ട് അംഗീകരിക്കണമായിരുന്നല്ലോ ജർമ്മനി. അതിനുവേണ്ടി അയാൾ ഞാൻ ഇസ്ലാം വിട്ട ആളാണെന്ന് ബോധിപ്പിക്കുകയായിരുന്നു. വ്യാജമായിരുന്നു, തക്കിയായിരുന്നു. ഏതായാലും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടി കലശലായി വരിക. ഇപ്പോഴത്തെ അടിക്ക് ഇനി താലിബാൻ പാകിസ്ഥാൻ തിരിച്ചടിക്കും. നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.